പാതയേറെ താണ്ടിടേണം, ത്യാഗം ഏറെ സഹിക്കേണം, സ്വർഗവാസം ആസ്വദിച്ചിട. പാതയേറെ താണ്ടിടേണം, ത്യാഗം ഏറെ സഹിക്കേണം, സ്വർഗവാസം ആസ്വദിച്ചിട. നവരത്ന കിരീടധാരിയാം എന്റെ കാന്തനുമായി യുഗായുഗം ആനന്ദിപ്പതെന്ത് ഭാഗ്യമോ. നവരത്ന കിരീടധാരിയാം എന്റെ കാന്തനുമായി യുഗായുഗം ആനന്ദിപ്പതെന്ത് ഭാഗ്യമോ. സ്വർഗരാജ്യം ശാശ്വതമാ ആത്മസന്തോഷം നമ്മൾ പ്രാപിപ്പതോ പാർത്തലത്തിൽ എത്ര മാഹാത്മ്യം. നമ്മൾ പ്രാപിപ്പതോ പാർത്തലത്തിൽ എത്ര മാഹാത്മ്യം. സ്നേഹവന്ദനം. ബൈബിൾ പ്രപഞ്ച സൃഷ്ടികർത്താവായ മഹാദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. സ്വയം പൂർണ്ണത പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ബൈബിൾ മാത്രമാണ്. വിശ്വ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ പോലും ഇത്ര പ്രചാരം സിദ്ധിച്ചിട്ടുള്ള മറ്റൊരു ഗ്രന്ഥമില്ല. ബൈബിളിന്റെ വ്യത്യസ്തത എത്രത്തോളം വിശാലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. BC 1500 AD 100 ഇടയിൽ 1600 വർഷങ്ങൾ കൊണ്ട് വ്യത്യസ്ത കാലയളവിലും സാഹചര്യങ്ങളിലും ജീവിച്ചിരുന്ന ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട 40ഓളം പേരാണ് ഈ സത്യവേദ പുസ്തകത്തിന്റെ എഴുത്തുകാർ. രാജാക്കന്മാർ തുടങ്ങി സാധാരണക്കാരായവരും എഴുത്തുകാരിൽ ഉൾപ്പെടുന്നു. അങ്ങനെ 66 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിൾ ഒരാൾ ഒറ്റയ്ക്ക് രചിച്ചതുപോലെ ഏക ഗ്രന്ഥമായി നിലകൊള്ളുന്നു. സകല മാനവരാശിയെയും നിത്യത എന്ന സ്വർഗത്തിലെത്തിക്കുന്ന വഴി തുറന്നു കാട്ടുകയാണ് തുടർന്നുള്ള പഠനത്തിലൂടെ നാം ശ്രവിക്കുന്നത്. സ്വർഗീയ പിതാവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഏവർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് അല്പസമയം കൊണ്ട് ഒരു വലിയ വിഷയത്തിന്റെ ചെറിയ ഒരു ഭാഗം സംസാരിക്കുവാനായി താല്പര്യപ്പെടുന്നു. അടുത്ത സമയത്തായി സ്വർഗത്തെക്കുറിച്ചും സ്വർഗസിംഹാസനത്തെക്കുറിച്ചുമൊക്കെ പ്രിയ സഹോദരങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അതേക്കുറിച്ച് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ടൊക്കെ പല എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ളതുമാണ്. എന്നാൽ പെട്ടെന്ന് ഗ്രഹിക്കത്തക്കവണ്ണം ഷോർട്ടായിട്ട് അതിനൊരു ക്ലാസ് തരാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കുവാനായി ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ദൈവമെന്ന് പറയാൻ നമുക്കറിയാം, സ്വർഗമെന്ന് പറയാൻ അറിയാം, സ്വർഗസിംഹാസനം എന്ന് പറയാനും അറിയാം. എന്നാൽ അദൃശ്യ ലോകം, നിത്യതയുമായി ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ അനാദി നിർണയം എന്ന് പറയുന്ന മാർമികമായ സത്യങ്ങൾ നമുക്ക് പലർക്കും അറിയേണ്ടവണ്ണം അറിയില്ല. കർത്താവായ യേശു സ്വർഗത്തെയും സ്വർഗീയ പിതാവിനെ കുറിച്ച് വളരെയധികം ജനത്തിന് ഗ്രഹിക്കാവുന്ന നിലയിൽ അത് വെളിപ്പെടുത്തുകയുണ്ടായി. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി ദൈവത്തിന്റെ പാദപീഠം എന്ന് വിശേഷാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ കർത്താവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗം കണ്ടവരുണ്ടോ? അതൊരു ചോദ്യമാണ്. സ്വർഗത്തിൽ ആരൊക്കെയുണ്ട്? കുറച്ച് കാര്യങ്ങൾ പറയാൻ നമുക്കറിയാം. സ്വർഗം എന്നുള്ള പദം 700-ൽ പരം പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് ബൈബിളാണ് ചോദിക്കും? മലയാളം ബൈബിളല്ല, ഇതര ഭാഷാ വേർഷൻസ് ബൈബിളിൽ നോക്കിയാൽ ചിലത് 400 പ്രാവശ്യം, ചിലതിൽ 500 പ്രാവശ്യം, ചില ബൈബിളുകളിൽ 700 പ്രാവശ്യം സ്വർഗം എന്നുള്ള പദം കാണുവാൻ കഴിയുന്നുണ്ട്.
എന്നാൽ സ്വർഗത്തിന് വിശാലത ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ മഹാദൈവത്തെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത് ബർഷ്യത്ത് ബാറാ എലോഹീം അദ് ഹശമയീം വത് ഹയറസ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഏലോഹീം എന്ന അത്യുന്നതനായ ദൈവം സ്വർഗവും സ്വർഗാതിസ്വർഗങ്ങളെയും സ്വർഗീയ ദൂതസഞ്ചയങ്ങളെയും പിന്നെ ഭൂമിയെ സൃഷ്ടിച്ചു എന്നാണ് അതിന്റെ അർത്ഥവ്യാഖ്യാനം. ദൈവത്തെക്കുറിച്ച് 90-ാം സങ്കീർത്തനം അതിന് 2-ാം വാക്യത്തിൽ വായിക്കുന്നത് നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അവയെ കാത്തലിക്സ് ഓസാന ബൈബിളിൽ നിത്യത മുതൽ നിത്യത വരെ ദൈവമെന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ POC ബൈബിളിൽ അനാദി മുതൽ അനന്തത വരെ ദൈവം എന്നാണ് അവിടെ കാണുന്നത്. എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ഗോഡ് എന്ന് കിം ജെയിംസ് വേർഷനിൽ കാണുന്നു. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 28-ാം വാക്യം നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അതിരുകളെ സൃഷ്ടിച്ചവൻ തന്നെ. വീണ്ടും യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന് 18-ാം വാക്യത്തിൽ ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും, ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? സകല ഭൂവാസികളുമായുള്ളവരെ എല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും രക്ഷിതാവുമില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 46-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യത്തിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു, എന്റെ ആലോചന നിവർത്തിയാകും. ഇത് ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഈ മഹാദൈവത്തെ വിവിധ പേരുകളിൽ കൂടെ പര്യായ പദങ്ങളായി ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചില വാക്കുകൾ, എബ്രായ വാക്കുകൾ ഇപ്രകാരമാണ്: എൽ ഏലോഹീം, എൽ എല്യോൻ, എൽ എലവക്ക, എൽ ഓലാം, എൽ എൽ സദായി എന്നിങ്ങനെ തുടങ്ങി യാഹ്വേ, ജിരേ, നിശി, ശാലോ, ശമ്മ, സബാവോ, സിദക്കിനു, ഹോബിനു, എൽ സദായി, റോയി, റോഫി, മക്കഡേഷ്കെ, നഖ, ഗമ്മല എന്നിങ്ങനെ തുടർന്ന നിരവധി വാക്കുകൾ ദൈവത്തിന്റെ പ്രത്യേകമായ സ്വഭാവ അടിസ്ഥാനത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അല്പസമയം പറയുവാനായി ഉദ്ദേശിക്കുന്നത് ദൈവം ഇരിക്കുന്ന ആ സ്ഥലം, ആ ഇരിപ്പിടം, അവയെ കുറിച്ച് എങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കഴിയും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് ബൈബിൾ വായിക്കുന്നു. ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല എന്ന് വായിക്കുന്നു. ദൈവം പ്രകാശമാണ് എന്ന് വായിക്കുന്നു. ദൈവ സ്നേഹമാണെന്ന് വായിക്കുന്നു. അപ്പോൾ തന്നെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ, തേജോമേന ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയില്ല. ധന്യനായ ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, താൻ മാത്രം അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, മനുഷ്യരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും സ്വർഗസിംഹാസനത്തെക്കുറിച്ചും സ്വർഗീയമായ പദ്ധതികളെക്കുറിച്ചും വളരെ അംശമായ വെളിപ്പാടുകൾ മാത്രമേ വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുള്ളൂ. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനും പുരോഹിതനുമായ 30 വയസ്സ് പ്രായമുള്ള യെഹെസ്കേൽ ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിൽ കടന്നു പോകേണ്ടി വന്നപ്പോൾ ആ ബഹുജനത്തിന്റെ കൂട്ടത്തിൽ ഈ യെഹെസ്കേൽ പ്രവാചകനും ഉണ്ടായിരുന്നു. നാളെ എന്ന് പറയുന്ന ദിവസത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലാതെ മരണം മാത്രം മുന്നിൽ കണ്ട് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ആ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഈ പുരോഹിതനായ യെഹെസ്കേലും മനോവേദനപ്പെട്ട്
മുന്നോട്ട് പോകുന്ന ആ സമയം അവിടെ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബാബേൽ പ്രവാസത്തിനിടയിലായിരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. അതേ പ്രിയമുള്ളവരെ, പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ തന്റെ ജനത്തിനു വേണ്ടി ദൈവം അനുകൂലമായി ഇറങ്ങി വരും. ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ്, സമാധാനം നൽകുന്നവനാണ്, കരുതുന്നവനാണ്, വേണ്ടി വന്നാൽ ശത്രു സംഹാരം ചെയ്യുന്നവനുമാണ്. പ്രതികാരത്തിന്റെ യഹോവയെ പ്രതികാരം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ എങ്ങനെ വായിക്കുന്നു? നമ്മൾ മനുഷ്യനെ തമ്മിൽ പ്രതികൂലിക്കാതെ, എതിർക്കാതെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഇടം കൊടുത്താൽ ദൈവം കൃത്യമായി ആ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യും, നമുക്ക് രക്ഷയുണ്ടാകും. അപ്പോൾ യെഹെസ്കേലോട് പറയുന്നു, സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. അവിടെ പറയുന്നതായ ആ ഭാഗം യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം മുഴുവനും ആ വാക്യങ്ങൾ വായിച്ച് പറയേണ്ട കാര്യമാണ്. അതായത് സ്വർഗ സിംഹാസനത്തെ കുറിച്ച് യെഹെസ്കേലിന് വെളിപ്പെടുന്നു. പെട്ടെന്ന് വായിച്ചാൽ, 1-2 വട്ടം വായിച്ചാൽ ആദ്യമായിട്ട് വായിക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. വാക്കുകൾ ലളിതമാണെങ്കിലും ആ സ്വർഗീയമായ മർമ്മം അത്രത്തോളം ഗഹനമായതാണ്. സ്വർഗസിംഹാസന ചുറ്റും ശക്തന്മാരായ ആർക്കേഞ്ചൽ അഥവാ കെരൂബുകളിൽപ്പെട്ട ദൂതന്മാരെ കുറിച്ച് അവിടെ പറയുന്നു. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ സിംഹത്തിന്റെ മുഖരൂപത്തോടുകൂടിയ കെരൂബുകൾ, മനുഷ്യ മുഖത്തോടുകൂടിയ കെരൂബുകൾ, കാളയുടെ മുഖത്തോടുകൂടിയ കെരൂബുകൾ, കഴുകന്റെ മുഖത്തോടുകൂടിയ കെരൂബുകൾ, ഒന്നൊന്നായി പ്രത്യേകമായി മുഖരൂപമുള്ളതായ ദൂതന്മാരുണ്ട്. എന്നാൽ 4 മുഖവും ഒരുമിച്ച് ചേർന്ന ദൂതന്മാരുമുണ്ട്. ഈ ദൂതന്മാർ ശക്തന്മാരായ ദൂതന്മാരാണ്. അവർ സ്വർഗ സിംഹാസനത്തിൽ കാവൽ ഭടന്മാരെ പോലെ ചുറ്റും നിൽക്കുകയാണ്. സമാഗമന കൂടാരം എന്ന വിഷയം നമ്മൾ തൊട്ടു മുമ്പ് ചിന്തിച്ചപ്പോൾ പബ്ലിക്കിൽ പൊതുജനം പാർക്കുന്നതായ പാളയവും അവർക്ക് ആരാധനയ്ക്കായി സമാഗമന കൂടാരത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ പ്രാകാരം എന്ന് പറയുന്ന പ്രത്യേക സ്ഥലത്തും വരേണ്ടി വരുന്നു. പ്രാകാരത്തിൽ യാഗങ്ങൾ അർപ്പിക്കുക. അത് കഴിയുമ്പോൾ വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും എന്നുള്ള 2 സ്ഥലമുണ്ട്. വിശുദ്ധ സ്ഥലത്ത് അതിപ്രധാനപ്പെട്ട 3 ഉപകരണങ്ങളുണ്ട്. അവിടെ സാധാരണ പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷിക്കാം. അത് കഴിഞ്ഞാൽ തിരശ്ശീലയുടെ തിരിച്ചു നിർത്തുന്ന ഒരു ഭാഗമാണ്. തിരശ്ശീലയ്ക്കപ്പുറം അതിപരിശുദ്ധ സ്ഥലം. അവിടെ ദൈവത്തിന്റെ സാക്ഷ്യ കൂടാരം, തിരുമേനിക്ക് വസിക്കുവാനുള്ള തിരുനിവാസം അഥവാ നിയമപ്പെട്ടകം അവിടെയുണ്ട്. നിയമപ്പെട്ടകത്തിന്റെ പുറത്ത് പൊൻ പലകമേൽ 2 കെരൂബുകളെ വാർത്ത്, സ്വർണത്തിൽ തനിത്തങ്കത്തിൽ വാർത്ത് ആ കൃപാസനത്തിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അതിന് നടുവിൽ നിന്നാണ് ദൈവശബ്ദം ഉണ്ടാകുന്നത്. മോശയ്ക്കും അഹരോനും ആ ശബ്ദം കേൾക്കുവാൻ കഴിയും. അതാണ് അവർ ഇസ്രായേൽ ജനത്തെ അറിയിക്കുന്നത്. ഓക്കെ, ആ കൃപാസനത്തേക്ക് മഹാപുരോഹിതന് 1 വർഷത്തിൽ 1 പ്രാവശ്യം മാത്രം സർവ്വജനത്തിനും അർപ്പിക്കേണ്ടതായ പാപ പരിഹാര ബലിയുടെ രക്തവുമായി ഭയത്തോടും വിറയലോടും കൂടി കൃപാസനത്തേക്ക് അടുത്ത് ചെല്ലും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു സർവ പാപ പരിഹാര ബലിയായി മാനവരാശിക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ സമയം യെരുശലേം ദേവാലയത്തിലെ ആ തിരശ്ശീല മുകൾക്കടിയോളം 2ആയി കീറി മാറി. അതിപരിശുദ്ധ സ്ഥലത്ത് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന കൃപാസനത്തേക്ക് മറ്റാർക്കും അടുത്ത് ചെല്ലുവാൻ കഴിയാതിരിക്കുമ്പോൾ യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല 2ആയി കീറി മാറി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് ധൈര്യത്തോട് പോകുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകി. അപ്പോൾ 4 വിധ മുഖസാദൃശ്യത്തോടു കൂടിയ ശക്തന്മാരായ ദൂതന്മാർ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആ ദൂതന്മാർ മിന്നൽ വേഗതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു.
വീണ്ടും അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒന്ന് രണ്ട് വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം മുതൽ, തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും, സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന് മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. ആ സിംഹാസനത്തെ കുറിച്ച് പറയുമ്പോൾ നീലിമയാർന്ന ഒരു പ്രത്യേകമായ ഒരു പ്രകാശവലയം സിംഹാസന ചുറ്റുമുണ്ട്. അടുത്തതായി അതിന്റെ തുടർച്ച 28-ാം വാക്യത്തിൽ വായിക്കുന്നു, അതിന് ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. ദൈവം ഉപവിഷ്ടനായിരിക്കുന്ന സിംഹാസന ചുറ്റുമുള്ള പ്രകാശവലയം കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ച വില്ല് പോലെയായിട്ടാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അത് തന്നെ ഇവിടെ നീലിമയാർന്ന ഒരു പ്രകാശമായിട്ടാണ്. മോശ തന്റെ അനുഭവത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ സിംഹാസനത്തിലായിരിക്കുന്ന ദൈവസിംഹാസനത്തിന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീലിമയാർന്ന ഒരു പ്രകാശവലയം. അത് മാത്രമല്ല, അതിന് ചുറ്റും വിരിഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പൂർണ്ണതയെക്കുറിച്ച് വായിച്ച ഒരു വേദഭാഗമാണ്. അതിന് ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. അപ്പോൾ ആ സ്വർഗ സിംഹാസനത്തിന്റെ ചുറ്റും അതിമനോഹരമായ 7 വർണ്ണപ്രഭയോടുകൂടിയ പ്രകാശവലയം സിംഹാസന ചുറ്റുമുണ്ട്. അതുകൊണ്ട് കാര്യം തീർന്നില്ല. അതിന് നടുവിൽ ദൈവമുണ്ട്. ദൈവം എല്ലാറ്റിനെയും എല്ലാമാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവകൃപാലുവാണ്. കാര്യമൊക്കെ ആണെങ്കിലും ആ കർത്താവിനെ, ആ ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. ആ ദൈവത്തെയാണ് പുത്രനായ ക്രിസ്തു, ഏകജനനായ ക്രിസ്തു വെളിപ്പെടുത്തിയത് പിതാവ് എന്ന്. എന്റെ പിതാവ് തന്നെയാണ് നിങ്ങളുടെയും പിതാവ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ പിതാവിനെയാണ് ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കാണുന്ന സങ്കല്പ ദേവീ ദേവന്മാരുടെ രൂപമാണോ ദൈവം? അല്ല, ഒരിക്കലുമല്ല. ഈ പ്രപഞ്ച സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ രൂപത്തെക്കുറിച്ച് ഇവിടെ വായിക്കുന്നു. സിംഹാസനത്തിന്റെ ചുറ്റും വർണ്ണപ്രഭയോടുള്ള കാഴ്ച, വീണ്ടും സിംഹാസന രൂപത്തിന്മേൽ അതിന് മീതെ ദൈവ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. ആ സിംഹാസനത്തിന് ചുറ്റും പ്രകാശവലയം, മഴവില്ലിന്റെ വർണ്ണപ്രഭയോടുകൂടിയ ഒരു കാഴ്ച, വീണ്ടും സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന് മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മഹാദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ വായിച്ചത്. മനുഷ്യരൂപത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, സിംഹാസനസ്ഥനായ ദൈവത്തെക്കുറിച്ചാണ്, ആ സിംഹാസനിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടികർത്താവായ മഹാദൈവത്തെക്കുറിച്ചാണ് ഇവിടെ വായിച്ചത്. അവിടെ രൂപമുണ്ട്. തേജോമനായ ദൈവത്തിന്റെ രൂപത്തെ പറഞ്ഞു മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപമെന്ന്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ച കാര്യങ്ങൾ ഓർക്കുക. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യരൂപ സാദൃശ്യം തന്നെയാണ് പുത്രനായ യേശു ക്രിസ്തുവിന്റെ സാദൃശ്യം. കർത്താവ് യേശു തന്റെ പരസ്യശുശ്രൂഷ അവസാനിക്കുന്ന ആ കാലഘട്ടത്തിലെ ഒരു പൗരോഹിത്യ പ്രാർത്ഥനയായി യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഭാഗത്ത്, പിതാവേ, നീയും ഞാനും ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകേണ്ടതിന് എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന എവിടെയുണ്ട്? അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. പിതാവിന്റെ രൂപമാണ് പുത്രനായി ക്രിസ്തുവിന്റെ രൂപം. ആ ക്രിസ്തുവിന്റെ രൂപമാണ് നാം മനുഷ്യപുത്രന്മാരുടെ നമ്മുടെ ഒക്കെ രൂപം. അപ്പോൾ ദൈവത്തിന് രൂപമുണ്ടോ? ഇല്ല എന്ന് കോമണായി പറയുന്നു. പക്ഷേ
യെഹെസ്കേൽ പ്രവാചകന് വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമുണ്ട്. ദൈവത്തിന് രൂപമുണ്ട്. ആ രൂപത്തിന്റെ ദൈവത്തിന്റെ ആ രൂപത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തേജസ്സിനെ അല്പം ഒന്ന് മാറ്റി 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 യെഹെസ്കേലിന്റെ രൂപം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു രൂപം കാണുന്നു. അത് എന്നെപ്പോലെ നമ്മെപ്പോലെ തന്നെ ഒരു രൂപ സാദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗീയ അപ്പന്റെ പിതാവിന്റെ സാദൃശ്യം. ഹല്ലേലൂയ. ആ സാദൃശ്യമാണ് നമ്മുടെ സാദൃശ്യം. ഭാവിയിൽ പിതാവും പുത്രനും നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി നമ്മളും നിത്യതയിൽ യാത്ര തുടരുമ്പോൾ ഈ സാദൃശ്യം അവിടെ വെളിപ്പെടും. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയല്ല, 1000 സൂര്യന്മാർ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ പ്രകാശം എന്ന് പറഞ്ഞാലും ശരിയാകില്ല. അത്രത്തോളം പ്രകാശാധിക്യമുള്ള ദൈവത്തിന്റെ മുഖം കാണുവാൻ നമുക്ക് കഴിയില്ല. ആ തേജസ്സിനെ അല്പമായി പരിമിതപ്പെടുത്തി മോശയുടെ ഒരു വിലാപം പോലെ ദൈവത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. യഹോവേ, ഞാൻ അങ്ങേ അടുത്തറിഞ്ഞു, നീ എന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഒരു സ്നേഹിതനോട് എന്നതുപോലെ മുഖാമുഖമായി സംസാരിച്ചു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മോശ പറയുകയാണ്, തന്റെ അവസാന നാളുകൾ പറയാണ്, യഹോവേ, നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കണം, നിന്റെ മുഖം എനിക്കൊന്ന് കാണിക്കണം. മോശയോട് യഹോവ ദൈവം പറയുന്നു, മോശേ, എന്റെ മുഖം കണ്ടാൽ നീ ജീവനോട് ഇരിക്കുകയില്ല, എന്റെ മുഖം കണ്ടാൽ മരിച്ചു പോകും. എന്നിട്ട് മോശയുടെ ആർത്തിയോടുകൂടെയുള്ള ആ ചോദ്യത്തിന് മറുപടിയായി, അന്വേഷണത്തിന് മറുപടിയായി ദൈവം പറയുന്നു, മോശേ, ആ ഒരു പാറയുടെ പിളർപ്പിലേക്ക്, ഗുഹയിലേക്ക് കയറുക. ദൈവം തന്റെ മറയാകുന്ന മേഘം കൊണ്ട് മറച്ചു. ദൈവ സാന്നിധ്യത്തിന്റെ തേജസ് അവിടെ വെളിപ്പെടുത്തി. അപ്പോൾ തന്നെ മേഘം കൊണ്ട് മറയ്ക്കപ്പെട്ട ഗുഹയ്ക്കകത്തിരിക്കുന്ന മോശയ്ക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ ആ മേഘപ്പാളികളെ അല്പമൊന്ന് പിളർത്തി മാറ്റി ചെറിയൊരു വിള്ളൽ ഉണ്ടാക്കിയിട്ട് ദൈവിക തേജസ്സിന്റെ ഒരു കിരണം അതിൽ കൂടെ കടത്തിവിട്ടു. ആ കിരണം മോശയുടെ മുഖത്തേക്ക് തട്ടിയപ്പോൾ മോശയുടെ മുഖം അത് റേഡിയേഷൻ പോലെ ഒരു ഭയങ്കരമായ തേജസ്സിനാൽ തനിക്ക് വന്ന വ്യത്യാസം മോശ തിരിച്ചറിയുന്നില്ല. മോശ പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്ക് ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജനം വിളിച്ചു പറയുന്നു, അഹരോൻ വിളിച്ചു പറയുന്നു, മോശേ, മോശേ, നിന്നെ കാണുവാൻ ഞങ്ങൾ കഴിയില്ല, മുഖത്ത് മൂടുപടം ഇടാൻ പറഞ്ഞു. അങ്ങനെ മൂടുപടം ഇട്ടാണ് മോശ ജനത്തിനിടയിൽ സംസാരിച്ചത്. അത്രയും തേജോമനായ ദൈവത്തെ കാണുവാനുള്ള ഒരു ഭാഗ്യം ഈ മോശയ്ക്കുണ്ടായി. തന്റെ തേജസ്സിനെ പരിമിതപ്പെടുത്തി മോശയ്ക്ക് കണ്ടാൽ ജീവൻ ശേഷിക്ക് തക്കവണ്ണം നിലയിൽ പരിമിതപ്പെടുത്തി മാത്രമേ കണ്ടുള്ളൂ. കാരണം ഈ ബലഹീനമായ ദ്രവത്വമുള്ള ഭൗമ ശരീരത്തിൽ വസിക്കുന്ന ആർക്കും തന്നെ ദൈവത്തിന്റെ അസൽ തേജസ് കാണുവാൻ കഴിയില്ല. അതേ പ്രിയമുള്ളവരെ, ഒരു നാൾ ഈ ദൈവത്തിന്റെ തേജസ് കാണണമെന്ന് നമ്മൾ കാണും. അവനായിരിക്കുന്ന പോലെ നമ്മൾ അവനെ കാണും. അവന്റെ ദാസന്മാരായ, അവന്റെ മക്കളായ നമ്മൾ അവനെ മുഖാമുഖം കണ്ട് സന്തോഷിച്ച് ആരാധിക്കുന്ന ഒരു കാലമാണ് ഭാവി നിത്യതയെ കുറിച്ച് പറയുന്നത്. യോബ് ഇതിനിടയിൽ ഉള്ള ഒരു മഹാഭക്തനാണ്. തന്നെക്കുറിച്ച് എന്തുമാത്രം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ മഹാദൈവത്തെ അടുത്തറിഞ്ഞ സമയം തനിക്ക് നേരിട്ടതായ എല്ലാ കഷ്ടതകളുടെയും ആ ഭയങ്കര അഗ്നിശോധനയുടെ നടുവിൽ വാവിട്ട് നിലവിളിക്കുന്ന സന്ദർഭമുണ്ട്. അവസാനം ഞാൻ ഈ പൂഴിയോട് ദ്രവത്വം കൊണ്ട് അവസാനിക്കുമെങ്കിലും എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവനെ ഞാൻ നേരിൽ കാണും എന്ന് പറയുന്ന ആ ഭാഗത്തിൽ ഒരു കാര്യം അവിടെ വെളിപ്പെടുത്തുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ബൈബിൾ പഴയ നിയമത്തിൽ ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തനെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ താൻ അനുഭവിച്ചതായ അഗ്നിശോധനയുടെ നടുവിൽ എല്ലാം 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 നഷ്ടപ്പെട്ട തന്റെ ശരീരം തന്നെയും വല്ലാത്ത ദുർവ്രണം കൊണ്ട് നിറയപ്പെട്ട അവസ്ഥയിൽ ഞാൻ ദേഹസഹിതനായി കർത്താവിനെ കാണും. ഒരു പക്ഷേ
ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ, ദ്രവത്വത്തിൽ എന്റെ ശരീരം മാറ്റപ്പെടും. പക്ഷെ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അവന് ഞാൻ മുഖാമുഖമായി കാണുമെന്നുള്ള വിശ്വാസത്തിൽ തന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 37 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ വായിക്കുന്നു, അങ്ങ് വടക്ക് നിന്ന് സ്വർണശോഭ പോലെ വരുന്നു. വടക്കെന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിലായ ഈ ശൂന്യാകാശം, ഈ ആകാശങ്ങൾക്കപ്പുറം, സ്വർഗങ്ങൾക്കപ്പുറം ദൈവത്തിന്റെ ഇരിപ്പിടമായ ആ സ്വർഗത്തിൽ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്ന ഇടത്തെ കുറിച്ചാണ് പറയുന്നത്, വടക്ക്. ആ വടക്ക് നിന്നും സ്വർണശോഭ പോലെ ഒരു കാഴ്ച കാണുന്നു. ദൈവത്തിന് ചുറ്റും ഭയങ്കര തേജസ്സുണ്ട് എന്നാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ആ സിംഹാസനം ചുറ്റും ശക്തന്മാരായ കാവൽ ഭടന്മാരെ പോലെ ആർക്കേഞ്ചൽസ് ആയ കെരൂബുകളുണ്ട്. ആരാധന ദൂതന്മാരായിട്ടുള്ള സാറാഫുകളുണ്ട്. അവർക്കും വ്യത്യസ്ത രൂപവും ചിറകും മുഖസാദൃശ്യോട് പറഞ്ഞിട്ടുണ്ട്. സേവകാത്മാക്കളായ അസംഖ്യം ദൂതസംഘങ്ങളുണ്ട്, കോടാനുകോടി ദൂതസംഘങ്ങളുണ്ട്. അണിയണിയായി ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നതായ വലിയ ദൂതസംഘങ്ങൾ സിംഹാസനത്തിൽ നിൽക്കുക. അതിന്റെ കേന്ദ്രത്തിലാണ് അത്യുന്നതനായ ദൈവം തേജോമയനായിട്ടുള്ളത്. ആ ദൈവത്തെ കാണുവാനുള്ള ഭാഗ്യം ഇന്ന് നമുക്ക് ഈ ശരീരത്തിൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കി മധ്യാകാശത്തിലേക്ക് വരുമ്പോൾ തന്റെ വിശുദ്ധന്മാരെ ഈ ഭൂമിയിൽ നിന്നും സ്വർഗീയ പൗരത്വ നാട്ടിലേക്ക് മാറ്റുകയും കർത്താവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്ന ഒരു വലിയ ഭാഗ്യം കർത്താവ് നമുക്ക് നൽകും. അതാണ് നിത്യതയിലോട്ടുള്ള ആരംഭം എന്നുകൂടെ ഓർക്കുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.